ഹലോ ഗൈസ്, നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും വീട് പ്രൊമോ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തോട്ടെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ നമ്മുടെ പ്രഭാവതിയുടെ മുറിയിൽ വന്ന് പ്രഭാവതി അപ്പൊ ഉറങ്ങിയായിരിക്കും കേട്ടോ. എന്നിട്ട് ആ ഒരു ഉറങ്ങിക്കിടക്കുന്ന പ്രഭാവതിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, അച്ഛന്റെ ഉള്ളിൽ നിറച്ച് പ്രഭാവതിയുടെ ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ. പ്രഭാവതിയോട് ഇങ്ങനെ ആ ഒരു ഉറങ്ങുന്ന പ്രഭാവതിയോട് ഇങ്ങനെ ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചു, എന്നോട് ക്ഷമിക്ക് പ്രഭ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ഛൻ മുറിയിൽ നിന്നും ഇറങ്ങിയത് മുതൽ നമ്മുടെ അച്ഛൻ ആ ഒരു ക്യാമറയും കൂടി കൊണ്ട് നമ്മുടെ അച്ഛന്റെ പിന്നാലെയുണ്ട്. നമ്മുടെ അമ്മയോട് പറയുന്ന ഡയലോഗ് സഹിതം എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ശേഷം അച്ഛൻ തിരിച്ച് മുറിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അജയും പോവുകയാട്ടോ. എന്നിട്ട് അജയ് ഭീഷണിപ്പെടുത്തുകയാണ്, അച്ഛൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഈ മുറിയിലോട്ട് തിരിച്ച് കയറിയത് വരെ എന്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ആരും കാണില്ല, അച്ഛൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആരെയും കാണിക്കരുതെങ്കിൽ എനിക്ക് അഡ്വാൻസ് ആയിട്ട് 25 കോടി രൂപ തരണം എന്ന് പറയുകയാണ് നമ്മുടെ അജയ്. അങ്ങനെ സ്വന്തം അച്ഛന്റെ ആ ഒരു വീഡിയോ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന മകൻ. എന്താ അല്ലേ അവസ്ഥ? എന്തായാലും നമ്മുടെ അച്ഛന് അജയുടെ ഈ ഒരു മാറ്റം താങ്ങാനേ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ? ഭയങ്കരമായിട്ടുള്ള ഒരു വഴിത്തിരിവുകൾ തന്നെയാട്ടോ ഇനി നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും വീട്ടിൽ വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്നതന്നെ കാണാം. എന്തായാലും ഇത്രയ്ക്കും ദുഷ്ടനായ അജയെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ കൂട്ടുകാരെ? എന്തായാലും നമുക്ക് കാത്തിരുന്നതന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.